so unique, so diverse, both mentally and physically, in a loving ambience. Holy Grace Academy, making a difference. പള്ളിപ്പുറം ദയ പാലിയേറ്റീവ് കെയർ സെന്റർ, നവഭാരത് മെഡിക്കൽ സെന്റർ, ചാലാക്ക ശ്രീനാരായണ മെഡിക്കൽ കോളേജ് കമ്മ്യൂണിറ്റി മെഡിസിൻ വിഭാഗം എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിൽ പാലിയേറ്റീവ് കെയർ ദിനാഘോഷവും റാലിയും സംഘടിപ്പിച്ചു. ഓൾ കേരള വീൽചെയർ റൈറ്റ്സ് ഫെഡറേഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി രാജീവ് പള്ളുരുത്തി ദിനാഘോഷം ഉദ്ഘാടനം ചെയ്തു. ദയ പാലിയേറ്റീവ് രക്ഷാധികാരി ഡോക്ടർ വി.കെ. തമ്പി അധ്യക്ഷത വഹിച്ചു. പള്ളിപ്പുറം പഞ്ചായത്ത് പ്രസിഡന്റ് ഇ.കെ. ജയൻ, ദയ പാലിയേറ്റീവ് കെയർ ചെയർമാൻ ഡോക്ടർ ലത്തീഫ് പടിയത്ത്, ചാലാക്ക ശ്രീനാരായണ മെഡിക്കൽ കോളേജ് കമ്മ്യൂണിറ്റി മെഡിസിൻ വിഭാഗം പ്രൊഫസർ ഡോക്ടർ അലക്സാണ്ടർ ജോൺ, ദയ പ്രസിഡന്റ് നൌഷാദ് കാത്തോളി, വാർഡംഗങ്ങളായ പ്രശീല ബാബു, ശുഭമണി, ഡോക്ടർ അജു പോൾ, ഡോക്ടർ നീതു തമ്പി, ഡോക്ടർ അബ്ദുൽ കരീം, ദയ പാലിയേറ്റീവ് പ്രതിനിധികളായ ചൗവൻലായ്, റസീന നിഷാദ് എന്നിവർ സംസാരിച്ചു. സാന്ത്വന പരിചരണത്തിൽ സമൂഹത്തിന്റെ പങ്ക് എന്ന വിഷയത്തിൽ UP ഹൈസ്കൂൾ വിദ്യാർത്ഥികൾക്കായി നടത്തിയ പ്രസംഗ ഉപന്യാസ മത്സരങ്ങളുടെ വിജയികൾക്ക് ചടങ്ങിൽ സമ്മാനങ്ങൾ വിതരണം ചെയ്തു. മുനമ്പം ഗവൺമെന്റ് ഹോസ്പിറ്റൽ അങ്കണത്തിൽ നിന്നും ആരംഭിച്ച റാലി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് രമണി അജയൻ ഫ്ളാഗ് ഓഫ് ചെയ്യുകയും ഗവൺമെന്റ് ആശുപത്രി ഡോക്ടർ ഇൻചാർജ് കൃഷ്ണകുമാർ ഉദ്ഘാടനം നിർവഹിക്കുകയും ചെയ്തു. എന്ന നിലയിൽ ഇവിടെ ഇതിന്റെ സ്ഥലം മേടിക്കുന്ന അതിൻ്റെമായി മട്ടുമാരിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചടങ്ങും നടക്കുന്ന ദിവസം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് വളരെ പ്രത്യേകത ദിവസം കൂടിയാണ്. നമുക്കറിയാം, പാലിയേറ്റീവ് കെയർ ദിനം ഈ പ്രാവശ്യത്തെ സന്ദേശം സാർവത്രിക പരിചരണം, പാലിയേറ്റീവ് പരിചരണം അയൽപ്പക്ക കൂട്ടായ്മകളോടെ. നമ്മൾ പെട്ടെന്ന് അയൽപ്പക്ക കൂട്ടായ്മകളോടെ നോക്കുമ്പോൾ കുടുംബത്തിൽ ഇങ്ങനെയുള്ള കൂട്ടായ്മ, നമ്മളിതിലെ വിവിധ സന്നദ്ധ സംഘടനകളെയും അതുപോലെയുള്ള സമൂഹത്തിൽ പ്രവർത്തിക്കുന്ന സഹകരിക്കാൻ കഴിയുന്ന എല്ലാ ആളുകളെയും ചേർത്ത് പിടിച്ചുകൊണ്ട് ഇവിടെ അധ്യക്ഷൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ആരോഗ്യ മേഖലയിൽ ഈ കാലഘട്ടത്ത് ആവശ്യമുള്ളത്, ഈ കാലഘട്ടം നമ്മളെ പ്രധാനമായി ഉൾക്കൊള്ളേണ്ട വിഷയങ്ങളിലെ പ്രധാനമായി സർക്കാർ തന്നെ അതിന്റെ പ്രത്യേക പദ്ധതികളുമായി ഗ്രിഡ് പാലിയേറ്റീവ് പ്രസ്ഥാനങ്ങളുമായി ബന്ധിട്ടുകൊണ്ട് നമുക്കറിയാം, ഇന്ന് സർക്കാർ തലത്തിലും തദ്ദേശഭരണ സ്ഥാപന തലത്തിലൊക്കെ പാലിയേറ്റീവ് പ്രസ്ഥാനമുണ്ടെങ്കിലും ഏറ്റവും കൂടുതൽ അതോടൊപ്പം തന്നെ NGOകൾ, ഇതേപോലെയുള്ള NGOകളും കേരളത്തിൽ ഒട്ടനവധി ഉള്ളതുകൊണ്ട് ഭാരിച്ച ചെലവുകളുള്ള സംവിധാനങ്ങളിലേക്ക് നമുക്ക് മാറുകയുള്ളൂ. ഈ പാലിയേറ്റീവ് സംവിധാനം നിങ്ങളുടെ വീടുകളിൽ വെച്ച് നിങ്ങൾക്ക് നടത്താൻ പറ്റും. ഇപ്പോൾ എനിക്കിപ്പോൾ എൻ്റെ മുൻപിലിരിക്കുന്ന സോമൻ്റെ വൈഫിനെ എനിക്കറിയാം. ഒരു പാലിയേറ്റീവ് ട്രെയിനിങ്ങും ഇല്ലാതെ അദ്ദേഹത്തിൻ്റെ അച്ഛനെ അമ്മായി അച്ഛൻ്റെ കാലുകളിൽ ഡയബറ്റീസ് വന്നിട്ട് ഓരോ വിരലുകളും പൊഴിഞ്ഞു പോകുന്ന സ്ഥിതി ഉണ്ടായി. അപ്പോഴും വീടുകളിൽ പോയി നമ്മളത് ചെയ്ത് അതെല്ലാം ഒരു നഴ്സിൻ്റെ ചാരുതയോടുകൂടി ചെയ്തിട്ടുള്ള വ്യക്തിയാണ്. എത്രയോ 10-30 വർഷങ്ങൾക്ക് മുൻപാണ്. അപ്പോൾ അതെല്ലാം നമ്മൾ ഇന്നൊരു ഹോസ്പിറ്റൽ ബേസ്ഡായിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ലക്ഷക്കണക്കിന് രൂപ ചെലവുകൾ വരും. അതാണ് അതിനകത്ത്. അപ്പോൾ അതുകൊണ്ട് പാലിയേറ്റീവ് പ്രസ്ഥാനങ്ങളെ ശക്തിപ്പെടുത്തുക എന്നുള്ളതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. ഇന്ന് ഇവിടെ ഒരു നല്ല പരിപാടി വീണ്ടും സംഘടിപ്പിച്ച തമ്പി സാറിനും ടീമിനും ദയായ്ക്കും ടീമിനും ഇവിടെ വളരെ പ്രഗത്ഭരായിട്ടുള്ള ആൾക്കാർ വന്ന് അവരുടെ വീക്ഷണങ്ങൾ, കാഴ്ചപ്പാടുകൾ, അനുഭവങ്ങൾ പങ്കിടുമ്പോൾ ഇത് ഏറ്റവും അനുഗ്രഹപ്രദമായിട്ടുള്ള ഒരു സന്ദർഭമായി മാറട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഇത് കേട്ടിട്ട് പോവുക മാത്രമല്ല, ഇതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ പ്രവർത്തനങ്ങൾ നമ്മൾ മെച്ചപ്പെടുത്തണം. അടുത്ത കൊല്ലം ജാനുവരി 15 നമ്മൾ ഇതുപോലെ ഒരുമിച്ച് കൂടുമ്പോൾ നമുക്ക് ഒത്തിരി സക്സസ് സ്റ്റോറീസ്, നമ്മൾ നേടിയ ഒത്തിരി കാര്യങ്ങളെപ്പറ്റി വിവരിക്കാൻ സാധിക്കണം. നമ്മുടെ വീടുകളിലെല്ലാം ശരിക്കും അർത്ഥവത്തായിട്ടുള്ള സാന്ത്വന പരിചരണം നടക്കുന്നുണ്ട് എന്ന് നമുക്ക് ഓരോരുത്തർക്കും പറയാൻ സാധിക്കണം. അതിന് ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. താങ്ക് യു. ആത്മാവിനെ സ്നേഹിക്കുക എന്നുള്ളതാണ്. നമ്മളിപ്പോൾ ഇതിൻ്റെ മുമ്പിലിരിക്കുന്ന ഓരോരുത്തരും ഓരോ വളണ്ടിയർമാരാണെന്ന് ഞാൻ കരുതുന്നു. ഡോക്ടർമാർ അവരുടെ കൺസൾട്ടിംഗ് റൂമിലിരിക്കുമ്പോൾ ഒരുപാട് രോഗികൾ വരുന്നു, പരിശോധിക്കുന്നു, പണം കിട്ടുന്നു. പക്ഷെ നമ്മുടെ ഈ സമൂഹത്തിൽ എന്താണ് യഥാർത്ഥത്തിൽ ഓരോ കുടുംബങ്ങളിലും നടക്കുന്നതെന്ന് നമുക്കറിയാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് സത്യം.
കാരണം എന്താണെന്ന് വെച്ചാൽ ഞാനൊരു എല്ലാ ചൊവ്വാഴ്ചകളിലും രാവിലെ മുതൽ വൈകിട്ട് വരെ ഒരു വളണ്ടിയർ എന്നുള്ള നിലയിൽ ഡോക്ടേഴ്സ് ഹോം കെയറിൽ പോകുന്നൊരു വ്യക്തിയാണ്. അപ്പോൾ അവിടെ വളരെ റിമോട്ടായിട്ടുള്ള, ഇപ്പോൾ ഞാൻ നിലമ്പൂരടുത്ത് കാളികാവ് എന്ന് പറയുന്ന വളരെ ഉൾപ്രദേശത്ത് താമസിക്കുന്ന ഒരു വ്യക്തിയാണ്. വണ്ടി How was today? Anything new? We sang, we danced, and we wrote. Is it true? Yes. Mom, my teacher is like you. Really? So nice, so caring, and very loving. Thank you. While built on the basics of values like wisdom, virtue, honor, and more, Holy Grace provides wings to reach goals so unique, so diverse, both mentally and physically, in a loving ambience. Holy Grace Academy, making a difference.